കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 59-ാമത്തെ അപ്പോസ്തോല പ്രവൃത്തികളുടെ ബൈബിൾ സ്റ്റഡിയിലെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇത്രത്തോളം കർത്താവ് നമ്മളെ അപ്പോസ്തോല പ്രവൃത്തികളുടെ ഈ പുസ്തകം പഠിക്കുവാൻ സഹായിച്ചതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ വേഗത്തിൽ ഈ പുസ്തകത്തിൻ്റെ സമാപ്തിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ദൈവമക്കൾക്കറിയാമല്ലോ, 28 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോസ്തല പ്രവൃത്തികളിൽ. കഴിഞ്ഞ ദിവസം 22 അധ്യായങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തീകരിച്ചു. 22-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിലാണ് ഇന്ന് നമ്മൾ തുടങ്ങേണ്ടത്. 23-ാമത്തെ അധ്യായം കൂടെ ഇന്ന് പൂർത്തീകരിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. അതിനുശേഷം 5 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ പുസ്തകം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പൂർത്തീകരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവമക്കൾ പലരും ഇത് വളരെ ഉത്സാഹത്തോടെ നിങ്ങൾ ഈ എപ്പിസോഡുകൾ കാണുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പഠിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് തന്ന ആഗ്രഹത്തിനായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഞാൻ ആദ്യം നിങ്ങളെ ഓർപ്പിച്ചതുപോലെ, നിങ്ങൾ ഈ എപ്പിസോഡുകൾ കാണുമ്പോൾ നോട്ടുകൾ എഴുതിയെടുക്കുന്നതോടൊപ്പം തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പ്രാർത്ഥനയോടെ നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. 1, 2, 3 പ്രാവശ്യം വായിച്ചാൽ പോരാ. കണ്ടിന്യൂസ് ആയിട്ട് പല ആവർത്തികൾ അത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അത് നിങ്ങൾ പിന്നെയും നിങ്ങളുടെ നോട്ടുകളിൽ ആ കാര്യങ്ങൾ എഴുതണം. അങ്ങനെ നിങ്ങൾക്ക് ചിലയിടങ്ങളിൽ ചെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അധികാരപ്പെടുത്തും. അതിന് യാതൊരു സംശയവും ഇല്ല. അനേക ആളുകൾ ഈ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയെ വിശേഷാൽ പ്രകാശിപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ എപ്പിസോഡ് ശ്രദ്ധിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ 21-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 22-ൻ്റെ 21 വരെ നമ്മൾ ആദ്യം ഒന്ന് ചിന്തിച്ചു. അത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവനെ എടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു പുരുഷാരത്തിൻ്റെ നടുവിൽ താൻ തൻ്റെ വാദം പറയുകയാണ്. പൗലോസിൻ്റെ ഡിഫൻസാണ്. യെരുശലേം ദേവാലയത്തിൽ താൻ യെരുശലേം സഭ നിർദ്ദേശിച്ചതനുസരിച്ച് അവിടെ താൻ പോയി. പക്ഷേ യെരുശലേം സഭയുടെ ആ പ്ലാൻ വിജയകരമായി തീർന്നില്ല. അവരുദ്ദേശിച്ചത് പൗലോസ് അവിടെ ചെന്ന് വ്രതമെടുത്ത 4 പേരുടെ ആ സാക്രിഫൈസിനുള്ള സാമ്പത്തികമൊക്കെ മുടക്കി ആ ശുദ്ധീകരണ ചടങ്ങിലൊക്കെ പൗലോസും ഭാഗവാക്കാകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ തെറ്റിദ്ധാരണയാണെന്ന് യഹൂദന്മാർക്ക് ബോധ്യമായി തന്നെ അംഗീകരിക്കും എന്നുള്ള യെരുശലേം സഭയുടെ ആ ചിന്ത അവിടെ സക്സസ് ആയില്ല. പൗലോസ് അതിനൊക്കെ ശ്രമിച്ചു. എങ്കിലും യെരുശലേം ദേവാലയത്തിൽ വെച്ച് പിന്നെയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി. അങ്ങനെ തന്നെ അവിടെ പീഡിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അവിടേക്കാണ് പട്ടാളക്കാരുടെ കമാൻഡർ ഓടി വന്ന് തന്നെ രക്ഷപ്പെടുത്തുന്നതായിട്ട് നമ്മൾ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. എന്നിട്ട് 22 മുതൽ തൻ്റെ ആ ഡിഫൻസാണ് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായത്. തൻ്റെ ആ പ്രസംഗം പഠനത്തിൻ്റെ സൗകര്യത്തിനായി നമ്മൾ 3ആയി തിരിച്ചിരുന്നു. ആദ്യത്തെ 5 വാക്യങ്ങളിൽ തൻ്റെ മാനസാന്തരത്തിന് മുൻപുണ്ടായ തൻ്റെ അനുഭവം, രണ്ടാമത് 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ മാനസാന്തരത്തിനുണ്ടായ സാഹചര്യവും, മൂന്നാമത്തെ ഭാഗം 22-ൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ മാനസാന്തരത്തിന് ശേഷം ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ചുമാണ് താൻ പ്രധാനമായി തനിക്കെതിരെ നിൽക്കുന്ന പുരുഷാരത്തോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്.
ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ തൻ്റെ മാനസാന്തരത്തിൻ്റെ അധികം ഡീറ്റെയിൽസ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ല. അതിൻ്റെ കാരണം 9-ാം അധ്യായം നമ്മൾ ഒരുമിച്ച് പഠിച്ച സമയത്ത് പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ അധികം സമയം ചിലവഴിച്ചിരുന്നു. അതുകൊണ്ട് അതൊന്നുകൂടെ ആവർത്തിക്കാതെ മറ്റ് ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പോയത് എന്ന് ഞാൻ ഓർക്കുന്നു. അതിൽ ഈ പൗലോസിൻ്റെ 22-ാം അധ്യായത്തിലെ ഈ പ്രസംഗത്തിൽ ആ കോണ്ടെക്സ്റ്റ് വെച്ച് താൻ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. വളരെ ചുരുക്കത്തിൽ നിങ്ങളുടെ ഓർമ്മയൊന്ന് റിഫ്രഷ് ചെയ്യുവാൻ വേണ്ടി ഞാൻ ആ കാര്യം പറയാം. തന്നെക്കുറിച്ച് ഒരു ആരോപണം ഉണ്ടായിരുന്നത് 21-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളയുവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്ന യഹൂദന്മാർ പൗലോസിനെ കുറിച്ചുണ്ടായിരുന്ന അവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ തെറ്റിദ്ധാരണ മാറ്റുവാനാണ് യെരുശലേം സഭ പ്രേരിപ്പിച്ച് താൻ യെരുശലേം ദേവാലയത്തിൽ കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവിടെ ചെന്നപ്പോഴും അതിന് 27 മുതലുള്ള വാക്യങ്ങൾ, ആ 7 ദിവസം തീരാറായപ്പോൾ ആസിയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെ ഒക്കെയും ഇളക്കി അവനെ പിടിച്ചു. ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പീൻ, ഇവൻ ആകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചുകൂകി. അങ്ങനെയാണ് ആ ജനമെല്ലാം കൂടെ ഇളകി തന്നെ പിന്നെ പിടിച്ചു കെട്ടി അടിക്കുവാനൊക്കെ ഇടയായി തീർന്നത്. അപ്പം ഈ കോണ്ടെക്സ്റ്റിൽ തന്നെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അത് കഴമ്പില്ലാത്തതാണ് എന്ന് അവർക്ക് വളരെ വ്യക്തമാക്കിക്കൊണ്ട് താൻ സംസാരിക്കുന്നുണ്ട്. എന്നാൽ താൻ തൻ്റെ ഈ സാക്ഷ്യത്തിലൂടെയും ഒക്കെ താൻ ഈ പുരുഷാരത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിൽ അന്തർലീനമായി കിടക്കുന്ന ആശയങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. വളരെ പ്ലെയിനായി ക്ലിയറായി അവരാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും തന്നെക്കുറിച്ചുള്ള ഈ ആരോപണങ്ങൾക്ക് ഒരു വിലയുമില്ലാത്തതാണ് എന്ന്. കാരണം താൻ ന്യായപ്രമാണത്തെ അതിന് വിരോധമായോ മോശയ്ക്ക് വിരോധമായി പരിച്ഛേദന വേണ്ട എന്നോ അവരുടെ പാരമ്പര്യം വേണ്ട എന്നോ യഹൂദന്മാരോട് താൻ പറഞ്ഞിട്ടില്ല. ജാതികളുടെ ഇടയിൽ ചെന്ന് വിശ്വാസത്താലുള്ള നീതീകരണം താൻ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ യഹൂദന്മാരോട് ഒരിക്കലും ആ നിലവാരത്തിൽ താൻ പറഞ്ഞിട്ടില്ല. അവരുടെ ആരോപണങ്ങൾക്ക് യാതൊരു നിലയിലും അതിനൊരു കഴമ്പുമില്ല എന്ന് തൻ്റെ ചില പ്രസ്താവനകൾ വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനീ പറഞ്ഞ 22-ന്റെ 1 മുതൽ 5 വരെയുള്ള തൻ്റെ പ്രസംഗത്തിൻ്റെ 1-ാം ഭാഗത്തിലെ 3, 4, 5 വാക്യങ്ങൾ വായിച്ചാൽ ഗമാലിയേലിൻ്റെ കാൽക്കൽ ഇരുന്ന് താൻ ന്യായപ്രമാണം പഠിച്ചവനാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ നോക്കി, ന്യായപ്രമാണം വേണ്ട എന്ന് തന്നെക്കുറിച്ചുള്ള ആരോപണം, താൻ അങ്ങനെയാണ് ആളുകളെ പഠിപ്പിക്കുന്നത് എന്ന് അവർ പറയുന്നതിനകത്ത് കാര്യമില്ല എന്നാണ് തൻ്റെ ആ പ്രസംഗത്തിലൂടെ താൻ അവരെ മനസ്സിലാക്കുവാനായി ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ താൻ ദൈവസഭയെ പീഡിപ്പിച്ചതിന് മഹാപുരോഹിതൻ മൂപ്പന്മാരും ഒക്കെ സാക്ഷികളാണ്. എങ്ങനെ ശുഷ്കാന്തിയോടെയാണ് ന്യായപ്രമാണത്തിൻ്റെ എരിവോടെ താൻ നിന്നതെന്ന് അവർക്കെല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12, 13, 14 വാക്യങ്ങളിൽ തൻ്റെ മാനസാന്തരത്തിന് ശേഷവും അനന്യാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്നെ വന്ന് ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് തൻ്റെ പ്രസ്താവനയിൽ നിന്ന് കാണുവാൻ കഴിയും. ഇത് 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അനന്യാസിനെ അവിടെ വിശേഷിപ്പിക്കുന്നത് ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. 22-ന്റെ 12 മുതലുള്ള വേദഭാഗങ്ങൾ, അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായ ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എൻ്റെ അടുക്കൽ വന്നു നിന്നു. അപ്പോൾ നോക്കിയേ, ന്യായപ്രമാണത്തെ അനുസരിക്കുന്ന ഒരു ഡിവോട്ട് ജ്യൂ. തീർച്ചയായിട്ടും അനന്യാസ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ തന്നെ ന്യായപ്രമാണം അനുസരിച്ച് കുറ്റമില്ലാത്തവനാണ്. അപ്പോൾ അതും തൻ്റെ കേൾവിക്കാർക്ക്
വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും പൗലോസ് ഈ കാര്യങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തെറ്റിദ്ധാരണ നിമിത്തമാണ് പൗലോസിനെ കുറ്റം വിധിക്കുന്നത് എന്ന കാര്യം അവർക്ക് ബോധ്യമാകുന്ന നിലയിൽ പൗലോസ് തൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ്. അതുപോലെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 14 വാക്യത്തിൽ, അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. ഇത് അനന്യാസിൻ്റെ പ്രസ്താവനയാണ്. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന ആ പ്രസ്താവന, നീതിമാനായവനെ കാണാൻ നിന്നെ നിയമിച്ചു എന്നൊക്കെ ഉള്ളത് വാസ്തവത്തിൽ താൻ ഒരു യഹൂദനാണ്, പരീശനാണ്, ന്യായപ്രമാണത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ തൻ്റെ ആ കൺവേർഷനോടുള്ള ബന്ധത്തിൽ താൻ എടുത്ത സ്റ്റെപ്പുകൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് എന്നതൊക്കെ വളരെ ക്ലിയറായി ആ പീഡിപ്പിക്കുവാൻ നിൽക്കുന്ന ജനത്തിന് താൻ കൊണ്ടുവരികയാണ്. അതുപോലെ 3-ാമത്തെ ഭാഗത്തിൽ, അതായത് 22, 17 മുതൽ 21 വരെയുള്ള ഭാഗത്തിൽ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ താൻ ദമസ്കസിൻ്റെ പടിവാതിക്കൽ വെച്ച് തനിക്കുണ്ടായ ആ മാനസാന്തര അനുഭവത്തിന് ശേഷം താൻ 3 വർഷം അറേബ്യയിൽ പോയി എന്ന് നമുക്ക് ഗലാത്യ ലേഖനം 1-ന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. അതിനുശേഷം താൻ മടങ്ങി വന്നപ്പോൾ യെരുശലേം ദേവാലയത്തിൽ താൻ വന്നു എന്നും അവിടെ തനിക്ക് ചില ആത്മീക അനുഭവങ്ങൾ ഉണ്ടായി, താനൊരു വിവശതയിലായി എന്നും കർത്താവ് തന്നോട് ദേവാലയത്തിൽ വെച്ച് സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ താൻ ബോധ്യമാക്കുമ്പോൾ താൻ ഈ ആലയത്തെ അശുദ്ധമായി കാണുന്നില്ല. ഒരിക്കലും താൻ ഈ ആലയത്തെ അവരുടെ നിയമപ്രകാരം അശുദ്ധമാക്കത്തില്ല. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് വെച്ച് 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ തൻ്റെ സാക്ഷ്യമൊക്കെ താൻ ഈ തന്നെ പീഡിപ്പിക്കാൻ നിൽക്കുന്ന ജനത്തോട് താൻ ഡിഫെൻസീവായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന കേൾവിക്കാരായ ദൈവമക്കൾ അത് കാണാതെ പോകരുത് എന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. വളരെ സൗമ്യതയോടെയും അവരെ സഹോദരന്മാരും പിതാക്കന്മാരെ എന്ന് വിളിച്ച് സംബോധന ചെയ്ത് തൻ്റെ ആശയങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ അന്തർലീനമായി കിടക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഒന്നും വാലിഡ് അല്ല. അത് നേരിട്ട് ഖണ്ഡിച്ച നിലയിൽ പറയാതെ തൻ്റെ അനുഭവത്തിലൂടെ യേശുക്രിസ്തുവിനെ കാണുവാനായി അവരെ പ്രേരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആരോപണങ്ങൾ ഇറ്റ് ഈസ് ജസ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നവർക്ക് ബോധ്യമാകുന്ന നിലയിൽ പൗലോസ് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. അത് ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യുവാൻ ഞാൻ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 22-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യത്തിലാണ് കേൾവിക്കാരുടെ റെസ്പോൺസ് നാം കാണുന്നത്. അവർ പിന്നെയും വളരെ വയലൻ്റ് ആകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിനുശേഷം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ആ കമാൻഡർ തന്നെ രക്ഷിക്കുന്നു, പടയാളികളുമൊക്കെ ആയിട്ട് തന്നെ രക്ഷിച്ച് ഇതിൻ്റെ സത്യമൊന്നറിയുവാൻ വേണ്ടി പൗലോസിനെ ഒന്ന് ഫ്ലോഗ് ചെയ്യുവാൻ, അടിപ്പിക്കുവാനായി തയ്യാറാകുന്ന സമയത്താണ് പൗലോസ് താനൊരു റോമാക്കാരനാണെന്ന് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ അവർ ആ കാര്യത്തിൽ നിന്ന് ഒഴിവാകുന്നതായിട്ടും നമ്മൾ കണ്ടു. 22-ന്റെ 30 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്കാദ്യമായി പരിശോധിക്കാം. അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. 22-ന്റെ 30 മുതൽ ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് 23-ാമത്തെ അധ്യായം പൂർത്തീകരിക്കുവാനുള്ളൊരു ശ്രമം കൂടെയാണ് ഞാൻ നടത്തുന്നത്. ഇങ്ങനെയാണ് 30-ാമത്തെ വാക്യം. പിറ്റേന്ന് യഹൂദന്മാർ പൗലോസിൻ്റെ മേൽ ചുമത്തുന്ന കുറ്റത്തിൻ്റെ സൂക്ഷ്മം അറിയുവാൻ ഇച്ഛിച്ചിട്ട് അവൻ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘം ഒക്കെയും കൂടി വരുവാൻ കൽപ്പിച്ചു. അവനെ കെട്ട അഴിച്ച് താഴെ കൊണ്ടുചെന്ന് അവരുടെ മുൻപിൽ നിർത്തി. ഇത് പറയുന്നത് കമാൻഡറെക്കുറിച്ചാണ്. കാരണം 21-ന്റെ 33, 22-ന്റെ 24, അതുപോലെ ഈ 30-ാം വാക്യം, ഇവിടെയെല്ലാം കമാൻഡർ ശ്രമിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹത്തെക്കുറിച്ച്, പൗലോസിനെക്കുറിച്ചുള്ള ആരോപണമെന്ന് ഒന്ന് സ്റ്റഡി ചെയ്യുവാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതെനിക്ക് മനസ്സിലാകുന്നില്ല.
ഒരു കാര്യം തനിക്ക് മനസ്സിലായി, എന്തോ യഹൂദന്മാരുടെ നിയമമനുസരിച്ചുള്ള കാര്യമാണെന്ന് റോമാക്കാരനായ ക്ലോഡിയോസ് ലൈഷ്യസ് എന്ന് പറയുന്ന ഈ മനുഷ്യന് മനസ്സിലായി. അതുകൊണ്ട് യഹൂദന്മാരുടെ അവരെ നിയന്ത്രിക്കുന്ന, അവരെ ലീഡ് ചെയ്യുന്ന സെനഹദ്രി സംഘത്തിന് മുൻപാകെ പൗലോസിനെ പ്രസൻറ്റ് ചെയ്ത് എന്താണ് പൗലോസ് ചെയ്ത കുറ്റമെന്നറിയുവാൻ താൻ ശ്രമിക്കുകയാണ്. സെനഹദ്രി സംഘത്തിൻ്റെ വിസ്താരത്തിൽ വാസ്തവത്തിൽ തനിക്ക് പങ്കില്ലെങ്കിലും കമാൻഡർ എന്ന നിലയിൽ സെനഹദ്രി സംഘത്തെ കൽപ്പിച്ച് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള അധികാരം ഈ കമാൻഡർക്ക് ഉണ്ട്. അങ്ങനെ താൻ അവരെ വിളിച്ചു വരുത്തി. ക്ലോദിയോസ് ലൂസിയസ് എന്ന് പറയുന്ന ഈ കമാൻഡർ പൗലോസിനെ അവരുടെ മുൻപാകെ പ്രസൻറ്റ് ചെയ്യുകയാണ്. സെനഹദ്രി സംഘം എന്ന് പറയുമ്പോൾ സെനഹദ്രി സംഘത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, മഹാപുരോഹിതനാണ് ഇത് പ്രിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആ സംഘത്തിലൊരു 70-71 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. പരീശന്മാരുണ്ട്, സദൂക്യരുണ്ട്, അതുപോലെ സമൂഹത്തിലെ വളരെ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്. അങ്ങനെയുള്ള ഒരു സംഘമാണ് ഈ 70-71 പേർ, ഈ സെനഹദ്രി സംഘത്തിലെ അംഗങ്ങൾ. ഒരു പക്ഷെങ്കിൽ ഒരു കാലത്ത് പൗലോസും ഈ സംഘത്തിലെ ഒരംഗം ആയിരിക്കുവാനാണ് ന്യായമായി നമ്മൾ ചിന്തിച്ചാൽ സാധ്യതയുള്ളത്. ഇപ്പോൾ താൻ ആ സെനഹദ്രി സംഘത്തിൻ്റെ മുൻപിൽ താൻ അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് 30-ാമത്തെ വാക്യം, അതിനെ തുടർന്ന് 23 അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ സെനഹദ്രി സംഘത്തോടുള്ള തൻ്റെ ഡിഫൻസാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത്. 23-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി. ആ ഉറ്റുനോക്കി എന്നുള്ള ആ പ്രയോഗം, ലുക്കിംഗ് ഇൻറ്റൻറ്റ്ലി, ഗെയ്സ് അപ്പോൺ, ടു ഫിക്സ് വൺസ് ഐസ് ഓൺ ഓർ ടു സ്റ്റെയർ, നേർക്ക് നോക്കുക, മുഖത്തോട് മുഖം നോക്കുക, തുറിച്ചു നോക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു അർത്ഥമാണ്. അത് വാസ്തവത്തിൽ കാണിക്കുന്നത് തനിക്ക് തൻ്റെ ഉള്ളിൽ യാതൊരു നിലയിലും കളങ്കമില്ലാതെ നേരിട്ട് എതിരാളികളുടെ കണ്ണിൽ നോക്കുവാനുള്ള പ്രാഗൽഭ്യം പൗലോസിനുണ്ടായിരുന്നു. തനിക്ക് നല്ല ബോധ്യമുണ്ട്, താൻ ഒരു കുറവും കുറ്റവും താൻ ചെയ്തിട്ടില്ല. തൻ്റെ എതിരാളികൾ ആരോപിക്കുന്ന ഒരു കുറ്റവും താൻ ചെയ്തിട്ടില്ല. ആ പ്രാഗൽഭ്യത്തിൽ നിന്നാണ് താൻ ആ ഉറ്റുനോക്കുന്നത്. താൻ അങ്ങനെ കുറ്റം ചെയ്യാത്തവനായതുകൊണ്ട് സർവശക്തനായ ദൈവം തന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് പൗലോസിനുണ്ടായിരുന്നു. നമ്മളിത് പഠിക്കുമ്പോൾ നമ്മളോടുള്ള ദൂത് ഇതിനകത്തു നിന്ന് നമ്മൾ എടുക്കണം. കർത്താവിൻ്റെ വേലയ്ക്കായി നിയോഗിക്കപ്പെട്ട ഒരു ദൈവദാസൻ, ഒരു ദൈവദാസി, ആരോപണങ്ങൾ പലതും വരട്ടെ, എന്നാൽ നാം വിശ്വസ്തരാണെങ്കിൽ ഒരിടത്തും തല കുനിക്കേണ്ട ആവശ്യമില്ല. എതിരാളികളോടും കണ്ണിൽ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആലോചന പ്രസ്താവിക്കുവാൻ നമുക്കും കഴിയും. കർത്താവ് നമ്മളെ എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. പൗലോസ് അവരെ ഉറ്റുനോക്കി, എന്നിട്ട് അവരെ സംബോധന ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സഹോദരന്മാരെ എന്നുള്ള വിളി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് സൂചിപ്പിച്ചതാണ്. താൻ ആ ക്രൗഡിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ 22-1 സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, ഇവിടെ സെനഹദ്രി സംഘത്തെ താൻ വിളിക്കുന്നത് സഹോദരന്മാരെ. ഒരു നിലയിലും വാശിയോ വൈരാഗ്യമോ ഇല്ലാതെ തനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം ക്രിസ്തുവിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസായി പൗലോസ് എടുക്കുകയാണ്. അത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാഗൽഭ്യമുള്ള ഒരു ഹൃദയം വേണം. കിട്ടുന്ന അവസരങ്ങൾ അത് ഹോസ്റ്റൈൽ എന്ന് നമുക്ക് തോന്നിയാലും they are all opportunities to lift up the name of Jesus. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി തന്നെ അടിച്ച ഒരു കൂട്ടം ജനത്തെ വളരെ പ്രാഗൽഭ്യത്തോടെ തന്നെ നേരിട്ടു. ഇതിനുശേഷം യഹൂദ മതം നിയന്ത്രിക്കുന്ന സെനഹദ്രി സംഘത്തിൻ്റെ മുൻപിൽ താൻ നിൽക്കുകയാണ്. അവിടെയും അവരെ സംബോധന ചെയ്യുന്നത് ബ്രദേഴ്സ്, സഹോദരന്മാരെ എന്നാണ്. സ്തേഫാനോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിച്ചാൽ ആത്മപൂർണനായ സ്തേഫാനോസും ഇതേ പ്രയോഗങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾക്കറിയാമല്ലോ, തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനം
തനിക്കുണ്ടായ ഒരു മാർട്ടിയേഴ്സ് ഡെത്താണ്. തൻ്റെയും മുൻപിൽ നിൽക്കുന്ന ക്രൗഡ് വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ഒരു ക്രൗഡാണ്. ഇങ്ങനെയാണ് താൻ ആ 2-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ. ആത്മനിറവുള്ള, ആത്മാവ് നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ്. നമുക്കെതിരെ ആളുകൾ പല കാര്യങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷെ അവരെ നേടുമ്പോൾ സത്യം സ്നേഹത്തിൽ സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. താൻ ആ വിളിച്ചിട്ട് അവരോട് പറയുന്ന ഒരു പ്രസ്താവനയാണ് തുടർന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആ വാക്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ്, ഈ സെനദ്രി സംഘത്തിലുള്ള പലരും പരീശന്മാരുണ്ട്. ഈ പരീശന്മാരിൽ ചിലരെങ്കിലും അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ ഗമാലിയേലിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് ന്യായപ്രമാണം പഠിച്ചവരായിരിക്കും. വേറെ ഒരു ചിന്തയോടെ പറയാം, ഒരു പക്ഷെങ്കിൽ ഇവരെ ചിലരെ പൗലൂസിന് നന്നായി അറിയാമായിരിക്കാം. കാരണം പൗലൂസും ഒരു കാലഘട്ടത്തിൽ ഈ സെനദ്രി സംഘത്തിലെ അംഗം ആയിരിക്കുവാൻ സാധ്യതയുണ്ട്. തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഈ സ്ഥലം ഒരു പക്ഷെങ്കിൽ ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് സ്തേഫാനോസിനെ വിസ്തരിച്ച സ്ഥലമാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്തേഫാനോസിനെ വിസ്തരിക്കുന്ന സമയത്ത് പൗലോസ് തന്നെ ഇവരോട് ചേർന്ന് സ്തേഫാനോസിനെതിരെ കുറ്റം വിധിച്ചവനായിരിക്കുവാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് നമ്മൾ 23-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 23-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നല്ല മനസ്സാക്ഷിയോടെ നടന്നു എന്ന് പൗലൂസ് മഹാപുരോഹിതൻ ഉൾപ്പെടെയുള്ള സെനദ്രി സംഘത്തിലെ ആളുകളോട് പറയുകയാണ്. ഈ ഒരു പ്രസ്താവന മഹാപുരോഹിതനെ വളരെ ചൊടിപ്പിക്കുന്നതായിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആ പ്രസ്താവനയിൽ അന്തർലീനമായി കിടക്കുന്ന അർത്ഥം ദൈവമക്കൾ ഗ്രഹിക്കണം. അതിൻ്റെ അർത്ഥം, ന്യായപ്രമാണത്തിന് വിപരീതമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് പൗലോസിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പരാതി എന്താ? മോശയ്ക്ക് വിരോധമായി, അതായത് ന്യായപ്രമാണത്തിന് വിരോധമായി എല്ലായിടത്തും ഇവൻ പഠിപ്പിക്കുന്നു. പരിച്ഛേദന കഴിപ്പിക്കേണ്ട എന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ പാരമ്പര്യങ്ങളൊന്നും വേണ്ട എന്ന് പഠിപ്പിക്കുന്നു. യെരുശലേം ദേവാലയത്തെ അശുദ്ധമാക്കി. ഇതൊക്കെയല്ലേ തന്നെക്കുറിച്ചുള്ള പരാതി. അപ്പം താൻ പറയുകയാണ്, നല്ല മനസ്സാക്ഷിയോട് ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നു. ആ പ്രസ്താവന മഹാപുരോഹിതനെ സംബന്ധിച്ചിടത്തോളം, ആ സെനദ്രി സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവരെ അത് പെട്ടെന്ന് ഡിഫെൻസീവ് ആക്കുകയാണ്. ദൈവത്തിൻ്റെ മുൻപാകെ നല്ല മനസ്സാക്ഷിയോട് നടന്ന ഒരാളിനെ പിടിച്ചു വിസ്തരിക്കാൻ പോകുമ്പോൾ അവർ വാസ്തവത്തിൽ ദൈവത്തിന് വിരോധമായി നിൽക്കുകയാണ് സെനദ്രി സംഘം. ആ കാര്യമാണ് മഹാപുരോഹിതനെ വളരെ ചൊടിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നത്. അതുകൊണ്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 2-ാം വാക്യം, അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവൻ്റെ വായ്ക്ക് അടിപ്പാൻ കൽപ്പിച്ചു. കാരണം ഇത് നിഗളത്തിൽ നിന്നാണ് പറയുന്നത്, ദൈവദൂഷണമാണ് പറയുന്നത് എന്ന് മഹാപുരോഹിതൻ ആ നിലയിൽ ചിന്തിച്ചാണ് തൻ്റെ അടുത്ത് നിൽക്കുന്നവരോട് തൻ്റെ വായ് അടിക്കുവാനായി കൽപ്പിക്കുന്നത്. 3-ാം വാക്യത്തിൽ പൗലോസ് അവനോട്, ദൈവം നിന്നെ അടിക്കും, വെള്ള തേച്ച ചുവരെ, നീ ന്യായപ്രമാണപ്രകാരം എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു. തൻ്റെ മുഖത്തടിക്കാൻ പറഞ്ഞ സമയത്ത് പൗലോസ് ശക്തമായി പ്രതികരിക്കുകയാണ്. അവിടെ വെള്ള തേച്ച ചുവരെ എന്നതിന് ഹിപ്പോക്രിറ്റ്, കപടഭക്തിക്കാര എന്നാണ്, കാപഠ്യമുള്ളവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ന്യായപ്രമാണം അനുസരിച്ചാണ് തന്നെ വിസ്തരിക്കുവാനായി കൊണ്ടുവന്നിരിക്കുന്നത്. ന്യായപ്രമാണത്തിന് വിപരീതമായ കാര്യമാണ് ഇപ്പോൾ താൻ പറഞ്ഞത്. അതിന് തൻ്റെ കാപഠ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ഇത്. കർത്താവിൻ്റെ പ്രസ്താവനയിൽ നിന്നും പരീശന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞതായിട്ട് ദൈവമക്കൾക്ക് അറിയാമല്ലോ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ,
നിങ്ങൾക്ക് ഹാ കഷ്ടം, വെള്ളതേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അപ്പം കർത്താവ് വിളിച്ചതുപോലെ തന്നെ പൗലോസ് അനന്യാസ് എന്ന പേരുള്ള മഹാപുരോഹിതൻ്റെ കാപഠ്യം കണ്ടുകൊണ്ടാണ് തന്നെ ആ നിലയിൽ വിളിക്കുന്നത്. 4-5 വാക്യങ്ങൾ പെട്ടെന്ന് ചേർത്ത് വായിക്കാം. അരികെ നിൽക്കുന്നവർ നീ ദൈവത്തിൻ്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്റെ ജനത്തിൻ്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അനന്യാസ് പറഞ്ഞത് അംഗീകരിച്ചു എന്നല്ല, അനന്യാസ് അലങ്കരിക്കുന്ന സ്ഥാനത്തോട് താൻ ബഹുമാനം കാണിക്കുകയാണ്. കാരണം അത് ന്യായപ്രമാണം അനുസരിച്ചാണ്, ദൈവവചനം അനുസരിച്ചുള്ള കാര്യമാണ്. അപ്പോൾ താൻ പറയുന്നത് ഇത് വാസ്തവത്തിൽ മഹാപുരോഹിതനാണെന്ന് താൻ അറിഞ്ഞില്ല. എങ്ങനെയാണ് അറിയാതിരുന്നത്? വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും ഒരു പക്ഷെങ്കിൽ ഇതൊരു ഇൻഫോർമൽ മീറ്റിംഗ് എന്ന നിലയിലായതുകൊണ്ട് മഹാപുരോഹിതൻ്റെ പ്രത്യേക വസ്ത്രം ധരിച്ചോ പ്രത്യേകമായിട്ടുള്ള തൻ്റെ പീഠത്തിൽ ഇരിക്കാതെ ഇരുന്നതുകൊണ്ട് ഇത് വാസ്തവത്തിൽ ആരാണെന്ന് വ്യക്തമായി പൗലോസ് അറിഞ്ഞില്ല എന്ന് വേണം നമ്മൾ ചിന്തിക്കുവാൻ. പക്ഷേ ഇതറിഞ്ഞ ഉടനെ താൻ ചെയ്ത കാര്യത്തെ പൗലോസ് അംഗീകരിക്കുകയല്ല, തൻ്റെ സ്ഥാനത്തോടുള്ള ബഹുമാനം താൻ അവിടെ പറയുന്നതായിട്ട് കാണുന്നു. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകം ദൈവമക്കൾ ശ്രദ്ധിക്കണം. മഹാപുരോഹിതനും പൗലോസുമായിട്ട് ഇങ്ങനൊരു കൺഫ്രണ്ടേഷൻ വന്നപ്പോൾ വ്യക്തിപരമായി ആ മീറ്റിങ്ങിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ പൗലോസിനൊരു കാര്യം മനസ്സിലായി, സെനദ്രി സംഘത്തിൽ നിന്ന് ഇനി നീതി കിട്ടില്ല. കാരണം സെനദ്രി സംഘത്തിനെ പ്രിസൈഡ് ചെയ്യുന്ന ആൾ, പ്രസിഡൻ്റായിരിക്കുന്ന ആളാണ് മഹാപുരോഹിതൻ. അദ്ദേഹവുമായിട്ട് ഏറ്റുമുട്ടൽ നടന്നപ്പോൾ ഇനി അങ്ങനെ ഒരു നീതിക്കോ ന്യായമോ തനിക്ക് കിട്ടത്തില്ലെന്ന് തനിക്ക് ബോധ്യമായി. താന് വേറൊരു അപ്രോച്ച് നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. 6-ാം വാക്യം, എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂക്യരും ഒരുപക്ഷം പരീശന്മാരും ആകുന്നു എന്ന് പൗലോസ് അറിഞ്ഞു. സഹോദരന്മാരെ, ഞാനൊരു പരീശനും പരീശന്മാരുടെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ പരീശന്മാരും സദൂക്യരും തമ്മിൽ ഇടഞ്ഞു സംഘം ഛിദ്രിച്ചു. കൂട്ടത്തിൽ 2 കക്ഷികളുണ്ടെന്ന് ബോധ്യമായി താന് വളരെ ടാക്ട്ഫുള്ളായിട്ട് താൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അവരെ മുൻപാകെ പ്രസൻറ്റ് ചെയ്യുകയാണ്. പക്ഷേ ആ പ്രസൻറ്റ് ചെയ്ത് വളരെ ടാക്ട്ഫുള്ളായിട്ടായതുകൊണ്ട് സദൂക്യന്മാരും പരീശന്മാരും തമ്മിൽ ഇടയുന്നതായിട്ട് കാണുന്നു. കാരണം തിയോളജിക്കലിയും സോഷ്യലിയും എല്ലാം ഈ 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഘടകവിരുദ്ധമായി നിൽക്കുന്നവരാണ്. ഇവർ 2 പേരും സെനദ്രി സംഘത്തിലുണ്ട്. മഹാപുരോഹിതൻ വാസ്തവത്തിൽ സദൂക്യനാണ്. സെനദ്രി സംഘത്തിലെ സാമ്പത്തിക ശേഷി ഉള്ളവർ സദൂക്യരാണ്. അവരുടെ വിശ്വാസവും പരീശന്മാരുടെ വിശ്വാസവും തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകുകയില്ല. അത് താഴോട്ടുള്ള വാക്യത്തിലുണ്ട്. 8-ാം വാക്യം, പുനരുത്ഥാനം ഇല്ല, ദൂതനും ആത്മാവും ഇല്ല എന്ന് സദൂക്യർ പറയുന്നു, പരീശന്മാരോ രണ്ടുമുണ്ടെന്ന് പ്രമാണിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് താന് പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് താന് ഈ വിസ്താരത്തിൽ നിൽക്കുന്നതെന്ന് പൗലോസ് പറയുന്നത്. 6-ാം വാക്യത്തിൻ്റെ ആ 2-ാം ഭാഗത്തിൽ, സഹോദരന്മാരെ, ഞാനൊരു പരീശനും പരീശന്മാരുടെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. മരിച്ചവരുടെ പുനരുത്ഥാനമൊന്നും സദൂക്യർ വിശ്വസിക്കുന്നില്ല, പരീശന്മാരത് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഈ 2 കൂട്ടരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ തുടങ്ങി. പൗലോസ് ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടാക്റ്റിക്ക് അവിടെ പ്രയോഗിക്കാൻ കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ചീഫ് പ്രീസ്റ്റുമായിട്ടുള്ള തൻ്റെ വ്യക്തിപരമായ ഏറ്റുമുട്ടലിൽ തനിക്ക് ബോധ്യമായി ഇനിയും ഇവരുടെ സന്നിധിയിൽ നിന്ന് തനിക്ക് ഒരിക്കലും നീതി കിട്ടുകയില്ല. അതുകൊണ്ടാണ് താൻ ഈ ഒരു അപ്രോച്ച് താൻ നടത്തുന്നത്. 9-ാം വാക്യം, അങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി. പരീക്ഷപക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരാത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഇടച്ചിൽ ആയതുകൊണ്ട് അവർ പൗലോസിനെ
ചിന്തിക്കളയും എന്ന് സഹസ്രാധിപൻ പേടിച്ചു. പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. വളരെ പ്രാഗൽഭ്യത്തോടെ നല്ല മനസ്സാക്ഷിയോടെ നിൽക്കുന്ന പൗലോസ് മഹാപുരോഹിതനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നിമിത്തം ഒരു വേറൊരു അപ്രോച്ച് താൻ ശ്രമിക്കുമ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആകുകയാണ്. സദൂക്യരും പരീശന്മാരും തമ്മിലുള്ള ആ ഏറ്റുമുട്ടലിൽ പൗലോസ് അവിടുന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. 23-ാമത്തെ അധ്യായം നമ്മൾക്ക് വേഗത്തിൽ ഇന്ന് തീർക്കേണ്ടതാകുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ മാത്രം അതിനകത്തുനിന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് സഹസ്രാധിപൻ ആയ ക്ലോഡിയസ് ലൈഷ്യസ് തന്നെ 3-ാമത്തെ തവണയാണ് രക്ഷപ്പെടുത്തുന്നത്. 21-32, 22-24, 23-10 എന്നീ വാക്യങ്ങളിൽ അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇവിടെയെല്ലാം ആ കമാൻഡർ പൗലോസിനെ രക്ഷപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. 23-11 ശ്രദ്ധേയമാണ്. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ഇവിടെയെല്ലാം ദൈവമക്കളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവിനെ പ്രാഗൽഭ്യത്തോടെ സാക്ഷീകരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ കൂടെ കർത്താവ് ഉണ്ട്. പലപ്പോഴും ദർശനത്തിലൂടെ ഒന്നും പൗലോസ് നേരിട്ട് കാണുന്നില്ല. ഇതൊരു പ്രത്യേക സന്ദർഭത്തിൽ കർത്താവ് തനിക്ക് പ്രത്യക്ഷനാകുന്നു. താൻ ഈ അടികൊള്ളുന്ന സമയത്തും കർത്താവ് കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 28 അവസാന വേദഭാഗത്തിൽ ശിഷ്യന്മാരെ കമ്മീഷൻ ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ അറ്റത്തോളം അവരോട് പോകുവാൻ കർത്താവ് കമാൻഡ് ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. പൗലോസിൻ്റെ കൂടെ കർത്താവുണ്ട്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ വന്ന് നിന്നു. ഭൂമിയിൽ എല്ലാവരും കൈവിട്ടാലും ആര് കൂടെ ഇല്ലെങ്കിലും നിഷ്കളങ്ക ഹൃദയത്തോടെ നിർമ്മല മനസ്സാക്ഷിയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവ പൈതലിൻ്റെ കൂടെ കർത്താവ് ഉണ്ട്. ചില സമയത്ത് ഇതുപോലെ പ്രത്യക്ഷമായി കർത്താവ് വെളിപ്പെടും. വെളിപ്പെട്ടില്ലെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം ആ ദൈവ പൈതലിൻ്റെ കൂടെ ഉണ്ട്. അടികൊള്ളുമ്പോഴുമുണ്ട്, ഹോസ്റ്റൈലായിട്ടുള്ള ക്രൗഡിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴുമുണ്ട്, സെനദ്രി സംഘത്തിൽ നിൽക്കുമ്പോഴുമുണ്ട്, മഹാപുരോഹിതൻ അവൻ്റെ വായ അടിക്കാൻ പറയുമ്പോഴുമുണ്ട്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസിദാസന്മാർക്ക് ഇത് വളരെ എൻകറേജിംഗ് ആയി തീരട്ടെ. ചില സമയത്ത് കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുവദിക്കുന്നു. അതിൻ്റെ അർത്ഥം ആ കഷ്ടത അനുഭവിക്കുമ്പോൾ കർത്താവ് കൈവിട്ടു എന്നുള്ളതല്ല. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. കർത്താവ് തൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്ന ആ വിഷൻ താൻ കാണുകയാണ്. ഇത് ആദ്യമായിട്ടല്ല താൻ കാണുന്നത്. ഇവിടെ നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു. 18-9 മുതൽ 10 വരെ, 16-9, 9-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെ അവിടെയാണല്ലോ തൻ്റെ കൺവേർഷൻ നടക്കുന്നത്. ഇവിടെയൊക്കെ യേശു കർത്താവിനെ വളരെ വ്യക്തമായി പൗലോസ് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായി കഴിയും. 12 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ആ സെനദ്രി സംഘത്തിന് മുൻപിലുള്ള ഡിഫൻസ് കഴിഞ്ഞ് തന്നെ സഹസ്രാധിപൻ അവിടുന്ന് രക്ഷിക്കുന്നു. കർത്താവ് തന്നെ ബലപ്പെടുത്തുന്നു. 12 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങളിൽ യഹൂദന്മാർ തന്നെ കൊല്ലുവാൻ മെനയുന്ന ഒരു പ്ലോട്ടാണ്, ഒരു ഗൂഢാലോചനയാണ് നമ്മൾ കാണുന്നത്. അതിൽ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് ആ ഗൂഢാലോചന രൂപപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. 16 മുതൽ 22 വരെ ആ ഗൂഢാലോചന കണ്ടുപിടിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നു. 23 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ആ ഗൂഢാലോചന പൊളിയുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആ വേദഭാഗങ്ങൾ പെട്ടെന്ന് ദൈവമക്കളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ 40 പേർ പ്രത്യേക വ്രതമെടുത്ത് പൗലോസിനെ കൊന്നിട്ടല്ലാതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല, അവർ വെള്ളം കുടിക്കുകയില്ല എന്നൊരു തീരുമാനമെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ലധികം പേർ ആയിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്ന്, ഞങ്ങൾ പൗലോസിനെ
കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കയില്ല എന്നൊരു കഠിന ശപഥം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണം എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാബ്ദനോട് അപേക്ഷിപ്പീൻ. എന്നാൽ അവൻ സമീപിക്കും മുൻപേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളയുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 40-ലധികം പേരോടുകൂടി മഹാപുരോഹിതനും സംഘത്തിനും കൈയുണ്ട്. അവരെല്ലാം കൂടെ ചേർന്നാണ് ഒരു ഗൂഢാലോചന തന്ത്രപൂർവമായി പൗലോസിനെ ഒന്നുകൂടൊന്ന് വിസ്തരിക്കണമെന്നുള്ള ഭാവത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ഓൺ ദ വേയിൽ തന്നെ പൗലോസിനെ പിടിച്ചു കൊല്ലുവാനുള്ള ഒരു ഗൂഢാലോചനയാണ് അവർ രൂപപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. 16 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ ഈ പതിയിരിപ്പിനെക്കുറിച്ച് പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു. പൗലോസിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ കാണുന്ന ഒരു അപൂർവ രംഗമാണ്. പൗലോസിൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററുടെ മകന് എങ്ങനെയോ ഈ ഗൂഢാലോചന മനസ്സിലായി പൗലോസിനെ വോൺ ചെയ്യുകയാണ്. എന്നിട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് തന്നെ കമാൻഡറിൻ്റെ അടുക്കലേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് അയക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഈ യൗവനക്കാരൻ കമാൻഡറാകുന്ന ക്ലോഡിയസ് ലൈഷ്യസിൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അതിന് താന് ആക്ഷൻ ഉടനെ എടുക്കുന്നതായിട്ട് കാണുന്നു. അതാണ് 23 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഗൂഢാലോചന നിർവീര്യമാകുകയാണ്. ആ വേദഭാഗം ദൈവമക്കൾ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. പിന്നെ അവൻ ശതാധിപന്മാരിൽ 2 പേരെ വരുത്തി ഈ രാത്രിയിൽ 3 മണി നേരത്ത് കൈസര്യയ്ക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കുവീൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പീൻ എന്ന് കൽപ്പിച്ചു. താഴെ പറയുന്ന വിധത്തിൽ ഒരു എഴുത്തും എഴുതി. അത് 26 മുതലുള്ള വാക്യങ്ങളിൽ ക്ലോഡിയോസ് ലുസിയോസിൻ്റെ ഒരു എഴുത്താണ് ഫെലിക്സിന് കൊടുത്തയക്കുന്നത്, ഗവർണർ ഫെലിക്സിന് കൊടുത്തയക്കുന്നത്. അപ്പോഴേ ഒരു വലിയ സോൾജേഴ്സിൻ്റെ ഒരു സന്നാഹത്തോടെ മാക്സിമം സെക്യൂരിറ്റിയോടുകൂടി കമാൻഡർ പൗലോസിനെ ആ രാത്രിയിൽ 3 മണി എന്നവിടെ എഴുതിയിരിക്കുന്നത് 9 മണിയായപ്പോൾ കൈസറിയിലേക്ക്, അതായത് ഒരു 65 മൈൽ യെരുശലേമിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൈസറിയ. അവിടെയാണ് യഹൂദിയയിലുള്ള റോമൻ ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനം. അവിടെയായിരുന്നു ഫെലിക്സ് പാർക്കുന്നത്. അങ്ങോട്ട് പൗലോസിനെ അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. യെരുശലേമിൽ നിന്ന് എത്രയും വേഗം പൗലോസിനെ അവിടുന്ന് മാറ്റുവാനായി കമാൻഡർ നിശ്ചയിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ക്ലോദിയോസ് ലുസിയാസ് രാജശ്രീ ഫെലിക്സ് ദേശാധിപതിക്ക് വന്ദനം എന്ന് പറഞ്ഞ് കത്തെഴുതുകയാണ്. അവിടെ രാജശ്രീ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹിസ് എക്സലൻസി, ദേശാധിപൻ എന്ന് പറഞ്ഞാൽ ഗവർണർ, ആ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 30 വരെയുള്ള വാക്യങ്ങളിൽ ഈ വലിയ ബറ്റാലിയനോട് ചേർന്ന് പൗലോസിനെ കൊണ്ടുവന്ന മാക്സിമം സെക്യൂരിറ്റി സോൾജേഴ്സിൻ്റെ കൂടെ തൻ്റെ കത്തൂടെ താൻ കൊടുത്തയക്കുകയാണ്. 31, 32 വാക്യങ്ങളിൽ പടയാളികൾ കൽപ്പനപ്രകാരം പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തിപ്പത്രിസോളം കൊണ്ടുചെന്നു. ഒരു രാത്രി കൊണ്ട് ഏതാണ്ട് 35-നും 40-നും മൈലിന് ഇടയ്ക്ക് യാത്ര ചെയ്താണ് ആൻറ്റിപ്പാട്രിസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവർ ചെല്ലുന്നത്. അത് വാസ്തവത്തിൽ വളരെ ശക്തിയായ ഒരു ശ്രമമാണ് അവർ നടത്തിയത് എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ അവരവിടെ ചെന്നു. ആ സ്ഥലമാണ് യെരുശലേമിലും കൈസര്യയ്ക്കും ഇടയ്ക്ക് റോമൻ പട്ടാളത്തിൻ്റെ ഒരു പോസ്റ്റ് അവിടെയുണ്ട്. പല യാത്രക്കാരും ആ സ്ഥലത്ത് വന്ന് റെസ്റ്റ് ചെയ്യുന്നത് പതിവായിട്ടുണ്ട്. ആ സ്ഥലത്ത് അവർ ചെന്നു എന്നാണ് 31-ാമത്തെ വാക്യം പറയുന്നത്. ഇങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ പൗലോസിനെ പലയിടങ്ങളിൽ നിന്ന് ആളുകൾ മാറ്റിയിട്ടുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 25, 17-ൻ്റെ 10 എന്നീ വാക്യങ്ങളിലും ഇതുപോലുള്ള അനുഭവങ്ങൾ മറ്റൊരു നിലയിലാണ് തന്നെ അവിടുന്ന് മാറ്റുന്നത്. ഇങ്ങനെയുള്ള പട്ടണം വിടേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. 32-ാം വാക്യം, പിറ്റേന്നാൾ കുതിരച്ചേവകരെ അവനോടുകൂടെ അയച്ച് കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു.
അത് കാൽനടയായിട്ടുള്ള പട്ടാളക്കാർ അവർ കോട്ടയിലേക്ക് മടങ്ങിപ്പോകുന്നു. ബാക്കി കുതിരച്ചേവകർ പൗലോസിൻ്റെ കൂടെ മുന്നോട്ട് കൈസറിയയിലേക്ക് പോകുന്നു. 33-ാം വാക്യം, മറ്റവർ കൈസറിയയിലെത്തി ദേശാധിപതിക്ക് എഴുത്ത് കൊടുത്ത് പൗലോസിനെയും അവൻ്റെ മുൻപിൽ നിർത്തി. അവൻ എഴുത്ത് വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരൻ എന്ന് ചോദിച്ചു. കിലിക്യക്കാരൻ എന്ന് കേട്ടാറേ, വാദികളും കൂടെ വന്ന് ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാം എന്ന് പറഞ്ഞ് ഹെരോദാവിൻ്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു. ഈ പ്രയാസങ്ങളുടെ എല്ലാം നടുവിൽ കർത്താവിൻ്റെ കരം ദൈവമക്കൾ കാണണം. പെട്ടെന്ന് യെരുശലേമിൽ നിന്ന് കൈസറിയയിലേക്ക് പോകേണ്ടതും ആയിട്ടൊരു അനുഭവമുണ്ടായി. കാരണം 40-ൽ പരം ആളുകൾ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും പൗലോസിനെ കൊല്ലുവാനായി തീവ്രമായ ശപഥമെടുത്തിരിക്കുന്ന ആ സമയത്താണ് ക്ലോഡിയോസ് ലൈഷ്യസിന് ഈ കാര്യങ്ങൾ പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ ബോധ്യമാക്കുന്നത്. അങ്ങനെ അദ്ദേഹം സോൾജേഴ്സിനെ കൂട്ടി തന്നെ വിടുക. ദൈവത്തിൻ്റെ ദാസൻ സംഗതി ജീവൻ അപായത്തിലാണെങ്കിലും താൻ ട്രാൻസ്പോർട്ടഡ് ആകുന്നത് വലിയ മന്ത്രിമാർ പോകുന്നത് പോലെയാണ്. മാക്സിമം സെക്യൂരിറ്റി, പട്ടാളക്കാർ ചുറ്റിനുമുണ്ട്, അങ്ങനെ തന്നെ മാറ്റുകയാണ്. അതുപോലെ ഗവർണറിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു, തന്നെ വിസ്തരിക്കുന്നില്ല. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. താൻ അന്ന് കിടക്കുന്നത് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലാണ്. അങ്ങനെയാണ് നമ്മൾ അവസാനം വായിക്കുന്നത്, ഹേരോദാവിൻ്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു. ജീവൻ അപായത്തിലാണെങ്കിലും ഗോഡ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് സെർവൻറ്റ്. തനിക്ക് സവാരി ചെയ്യുവാനായി പ്രത്യേകമായിട്ടുള്ള മൃഗം ഒരുക്കപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. അങ്ങനെ എല്ലായിടത്തും ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ദാസൻ്റെ കൂടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയെല്ലാം നമുക്ക് ചിന്തിക്കാനുള്ള മറ്റൊരു ചിന്ത, ജീവൻ അപകടത്തിലാകുമ്പോൾ, പ്രയാസം പ്രതികൂലം വളരെ ശക്തമായി വരുമ്പോൾ ദൈവം ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം ഒരുക്കി ദൈവത്തിൻ്റെ ഭക്തന്മാരെ പലപ്പോഴും വിടുവിക്കും. എല്ലായ്പ്പോഴും എന്ന് ഞാൻ പറയുന്നില്ല. ചില സമയത്ത് ദൈവം ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കും. അവിടെയും ദൈവം മഹത്വമെടുക്കും. എന്നാൽ ചിലയിടങ്ങളിൽ ദൈവം അത്ഭുതകരമായി പ്രശ്നക്കാരിൽ തന്നെ ഒരാളെ ആയിരിക്കാം ദൈവം തിരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. എല്ലായിടത്തും ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. ചിലയിടത്ത് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും. ചിലയിടത്ത് എത്ര ശത്രു പരിശ്രമിച്ചാലും ദൈവത്തിൻ്റെ ദാസന്മാരെ തൊടാതെ വണ്ണം ദൈവം സംരക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ ആ കരം നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് എല്ലായിടത്തും സംരക്ഷിക്കുവാൻ കഴിയും. പക്ഷെ ചിലയിടത്ത് ദൈവം അനുവദിക്കും ചില കഷ്ടതയിലൂടെ കടന്നു പോകാൻ. ചിലയിടത്ത് കഷ്ടതയുടെ നടുവിൽ ഒരത്ഭുത പ്രവൃത്തി ദൈവം ചെയ്യും. എല്ലാം കർത്താവിൻ്റെ നാമ മഹിമയ്ക്ക് വേണ്ടി. പലയിടത്തും പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് 9-ാം അധ്യായത്തിൻ്റെ 25-ൽ നമ്മൾ നോക്കുമ്പോൾ പൗലോസിനെ തൻ്റെ അനുയായികൾ കുറച്ച് പേര് അത്ഭുതകരമായി വിടുവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. 19-ാം അധ്യായം എഫെസോസിൽ നമുക്കറിയാം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സിറ്റി ക്ലർക്കാണ് എഫെസോസിലുള്ള പുരുഷന്മാരെല്ലാം വയലൻ്റ് ആകുമ്പോൾ അയാളുടെ ഒരു വാക്കാണ് അവരെ ക്വയറ്റൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 23-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസിൻ്റെ പെങ്ങളുടെ മകനെയാണ് ദൈവം ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ആ പ്ലോട്ട് കണ്ടുപിടിക്കുവാനും അത് റിപ്പോർട്ട് ചെയ്യുവാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ 23-ൻ്റെ 10-ാം വാക്യം, 23-ൻ്റെ 23, 24 വാക്യം, 22-ൻ്റെ 22 മുതൽ 29 വരെയുള്ള വാക്യം, 21-ൻ്റെ 31, 32 വാക്യം, ഇവിടെയെല്ലാം പട്ടാളക്കാരാണ് പൗലോസിനെ സേവ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ വഴികൾ വ്യത്യസ്തമാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിക്കുന്ന സമയത്ത് പിന്നെയും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഈ വേദഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. ഞാൻ ഒരിക്കൽ ഓർപ്പിച്ചതുപോലെ ഇതൊരു വേർഡ് ടു വേർഡ് സ്റ്റഡി അല്ല. എന്നാൽ പ്രധാന ആശയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. അത് നിങ്ങൾ എഴുതിയെടുക്കുകയും പ്രാർത്ഥനാപൂർവ്വം ഒന്നുകൂടെ വായിക്കുകയും ചെയ്യുമ്പോൾ ധാരാളം ആശയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പകരും. അങ്ങനെ ഈ പുസ്തകം വളരെ തറവായി പഠിക്കുവാൻ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരും. ഇവിടെ നമ്മളിങ്ങനെ അവസാനിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അടുത്തത് ഫെലിക്സ് എന്ന ഗവർണറിൻ്റെ മുൻപിൽ അദ്ദേഹം പൗലൂസിനെ വിസ്തരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഒരു ക്രൗഡിൻ്റെ മുൻപിൽ തൻ്റെ ഡിഫൻസ് താൻ പറഞ്ഞു. സെനദ്രി സംഘത്തിൻ്റെ മുൻപിൽ ഡിഫൻസ് താൻ പറഞ്ഞു. ഇനി ഫെലിക്സ് എന്ന ഗവർണറിന് മുൻപിൽ പൗലൂസ് നിൽക്കാൻ പോകുകയാണ്. രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കുമ്പോഴും കർത്താവിൻ്റെ കൃപ ദൈവത്തിൻ്റെ ദാസൻ്റെ കൂടെ ഉണ്ട്. ഗാഡ് ബ്ലസ് യു വിത്ത് ദീസ് വേർഡ്സ്.